നിങ്ങളുടെ യൂറിൻ ഇതുപോലെ ഹൈ കളേർഡ് ഒരു പതഞ്ഞാണോ വരുന്നത്? എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ഈ വീഡിയോയിലൂടെ അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ സമയത്ത് യൂറിൻ ഡാർക്ക് കളേർഡ് ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം UTI ആണ്, അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. സോ വെള്ളം കൂടി കുറയുമ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും ആൻഡ് അത് കാരണം ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് അധികമാണ്. ആൻഡ് ബാക്ടീരിയൽ ഇൻഫെസ്റ്റേഷൻ കാരണം കൂടുതൽ പതഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ UTI ഉള്ള പേഷ്യൻസിൽ ബേണിംഗ് മിക്ചറേഷൻ അഥവാ മൂത്രമൊഴിക്കുമ്പോഴുള്ള എരിച്ചൽ ഓർ ലോവർ അബ്ഡമിനൽ പെയിൻ ഇതൊക്കെ കാണാറുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് പ്രോട്ടീനൂരിയ അഥവാ യൂറിനിൽ എക്സസ് പ്രോട്ടീൻ റിലീസ് ഉണ്ടാവുന്നത്. ഇത് കൂടുതലായി കാണപ്പെടുന്നത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് പേഷ്യൻസിലാണ്. സോ ഇതുപോലെ നിങ്ങളുടെ യൂറിൻ കണ്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് നോക്കുക, അതായത് കൂടുതൽ വെള്ളം കുടിച്ച് നോക്കുക. എന്നിട്ട് ഒരു 2-3 ദിവസം ഇത് മാറുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ ഒരു യൂറിൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ടെസ്റ്റിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കുക. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഞാൻ ഡോക്ടർ രാഹുൽ ഫ്രം MCR ഡയബറ്റീസ് ആൻഡ് ഐ കെയർ.